നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത ദിവസം പരിസ്ഥിതി ദിനം ആയിരുന്നില്ല എങ്കിൽ കാണിച്ചു തരാമായിരുന്നു. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഒരു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തെക്കാൾ നാം പ്രാധാന്യം നൽകേണ്ടുന്ന ഒന്ന് പരിസ്ഥിതി ദിനം തന്നെയാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഏതെന്ന് കണ്ടെത്തി അതിനുവേണ്ടി സംസാരിക്കുന്നവരാകണം നാം ഓരോരുത്തരും. അതാണ് ഒരു നല്ല മനുഷ്യന്റെ കഴിവ്. നിങ്ങളെല്ലാം ഇപ്പോഴും തിരഞ്ഞെടുപ്പ് ചൂടിന്റെ വിശേഷങ്ങളും അഭിപ്രായങ്ങളും പങ്കുവെച്ചുകൊണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതൊക്കെ നിർത്തി മുറ്റത്ത് മാവോ പ്ലാവോ വാഴയോ ഏതെങ്കിലും ഒന്നിന്റെ ഒരു തൈ വെക്കണം. അതാകും നന്നാകുക. നമ്മുടെ മുഖ്യമന്ത്രിയും മേയറുമെല്ലാം ചെയ്യുന്നത് അതുപോലെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഒരക്ഷരം ഉരിയാടാതെ ഒരു മാസം മുമ്പ് ഒരു തിരഞ്ഞെടുപ്പോ കഴിഞ്ഞ ദിവസം അതിന്റെ ഫലപ്രഖ്യാപനവും നടന്നിട്ടുണ്ടെന്ന ഭാവം പോലും കാണിക്കാതെ ഇതൊന്നും അറിയാത്ത മട്ടിൽ പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും മേയർ ആര്യ രാജേന്ദ്രനെയുമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ പേരിൽ ഇരുകൂട്ടരും ഇപ്പോൾ എയറിലാണ്. രണ്ടുപേരുടെയും ഫേസ്ബുക്ക് കുറിപ്പ് തന്നെയാണ് ഇതിനെല്ലാം ആധാരം. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: ലോക പരിസ്ഥിതി ദിനമാണെന്ന്. വരൾച്ചയും തരിശുവൽക്കരണവും തടയാനായി ഭൂമിയുടെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കണമെന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം. നിയോ ലിബറൽ സാമ്പത്തിക ക്രമത്തിന്റെ ഭാഗമായി ഭൂമി വെട്ടിപ്പിടിക്കുന്നതും സ്വകാര്യ മൂലധന ശക്തികളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അനധികൃതമായി കൈപ്പിടിയിൽ ഒതുക്കുന്നതും കാലാവസ്ഥാ വ്യതിയാനവുമാണ് ഭൂമിയുടെ വലിയ രീതിയിലുള്ള തരിശുവൽക്കരണത്തിലേക്ക് നയിക്കുന്നത്. നയരൂപീകരണത്തിലും നിർവഹണത്തിലും വിപുലമായ ആസൂത്രണവും ഇടപെടലുകളും നടത്തിക്കൊണ്ട് മാത്രമേ ഭൂമിയുടെ തരിശുവൽക്കരണം തടയാൻ സാധിക്കുകയുള്ളൂ. പൊതുജന പങ്കാളിത്തത്തിലൂന്നിയ നടപടിയാണ് ഇതിനാവശ്യം. കേരളത്തിൽ LDF സർക്കാർ ഇതിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. ഹരിത കേരള മിഷന്റെ കീഴിൽ നദികളുടെ ഒഴുക്ക് സുഗമമാക്കുന്നതിനും മഴവെള്ളം സംഭരിക്കാനും മാലിന്യങ്ങൾ സംഭരിക്കാനും നടത്തുന്ന ഇടപെടലുകൾ ഈ നിലയിൽ ശ്രദ്ധേയമാണ്. ഈ പരിശ്രമങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമ്മുടെ പരിസ്ഥിതി സന്തുലനം ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ. ഇതിനായി കേരള ജനത ഒറ്റക്കെട്ടായി മുന്നേറേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളെ കുത്തക മൂലധനത്തിന്റെ ആർത്തിപൂണ്ട കയ്യേറ്റങ്ങളിൽ നിന്ന് പ്രതിരോധിച്ച കൂടുതൽ സന്തുലിതമായ ആവാസ വ്യവസ്ഥ നിലനിർത്തണം. ഈ ലോക പരിസ്ഥിതി ദിനം അതിനുള്ള ഊഴം പകരും. ഇതിന് താഴെ വന്നിരിക്കുന്ന കമന്റുകളാണ് രസകരം. ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ മറക്കാതെ പോകരുത്. കോട്ടയത്തെ തളിർത്തു നിന്ന രണ്ടില വാടി. ഇടതുപക്ഷത്തെ ഈ നിലയിൽ എത്തിച്ചതിന് കാരണം നിങ്ങൾ മാത്രമാണ്. ഇന്നലെ കേരളക്കരയിൽ ആലത്തൂരിൽ ഒഴികെ മൊത്തത്തിൽ പരിസ്ഥിതി സംരക്ഷിക്കപ്പെട്ടു. പാർട്ടിയുടെ ദേശീയ തലത്തിലെ വളർച്ചയും തരിശുവൽക്കരണവും തടയാനായി ഏകാധിപത്യം അവസാനിപ്പിച്ച ജനാധിപത്യത്തിലേക്ക് ഇറങ്ങണം എന്നതാണ് ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ് ഫലദിന സന്ദേശം. ഈ അവസരത്തിൽ പറയാമോ എന്നറിയില്ല എങ്കിൽ പോലും #ഇടത്, #ഉണ്ടെങ്കിലേ, #ഇന്ത്യ, #ഉള്ളൂ എന്ന് പറയേണ്ടി വരും. പരിസ്ഥിതി ദിനം ആചരിക്കണം. പരിസ്ഥിതി ഉണ്ടെങ്കിലേ ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും അടക്കം നിലനിൽക്കൂ. ഇങ്ങനെയായിരുന്നു ഓരോ കമന്റുകൾ. തിരുവനന്തപുരം മേയർ അമ്മ ഒരു വാക്കിലൊതുക്കിയ പരിസ്ഥിതി ദിന ആശംസയ്ക്ക് 10 വരിയിൽ കവിയുന്ന പ്രതികരണങ്ങളാണ് ജനം നൽകിയിരിക്കുന്നത്. ജൂൺ 5 അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനം വിത്ത് ഒരു ഫോട്ടോ ആണ് മേയർ അമ്മ പങ്കുവച്ചതെങ്കിലും കമന്റ് ബോക്സ് നിറയെ വലിയ വലിയ കുറിപ്പുകളാണ്. ഇതുപോലെ അപക്വമായിട്ടുള്ള അമുൽ ബേബികളെയൊക്കെ പാർട്ടി നിയന്ത്രിക്കണമെന്നും പരസ്പരം ക്ഷമിക്കാവുന്ന ഒരു വിഷയത്തിൽ അഹങ്കാരവും ഹുങ്കും കാണിച്ച പാർട്ടിയെ തെറികേൽപ്പിച്ചിട്ട് ഒരു പരിസ്ഥിതി സ്നേഹം പറഞ്ഞു വന്നിരിക്കുന്നുവെന്നും ക്വാളിറ്റി ഇല്ലാത്ത വ്യക്തിയാണ് താങ്കളെന്നും ഇന്ത്യയില്ലാത്ത സ്ഥിതിക്ക് ഇനി ഈ പരിസ്ഥിതി ആലത്തൂരിൽ മാത്രമേ നടപ്പിലാക്കാൻ പാടുള്ളൂ എന്നും തിരുവനന്തപുരത്ത് BJPക്ക് 5 അക്കത്തിന്റെ ലീഡ് നൽകിയ 2 നിയോജക മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്നത് മുതിർന്ന CPM നേതാക്കളായിരുന്നുവെന്നും കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് BJP 10,842 വോട്ടുകൾ ലീഡ് ചെയ്തപ്പോൾ ഒരു പടി കൂടി കടന്ന ശിവൻകുട്ടി സാറിന്റെ നേമത്ത് BJPക്ക് ലീഡ് 22,126 വോട്ടുകളാണെന്നും ജനം ഓർമ്മിപ്പിച്ചു. ഈ വോട്ടുകളുടെ പിൻബലത്തിലാണ് BJP സ്ഥാനാർത്ഥിക്ക് മുന്നേറാൻ കഴിഞ്ഞിരിക്കുന്നത്. രണ്ടിടത്തും 2ാം സ്ഥാനം കോൺഗ്രസിന്. ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ ദിസ് സർ എന്നായിരുന്നു മേയറോടുള്ള ചിലരുടെ ചോദ്യം. എന്തായാലും മേയർ അമ്മയ്ക്കും മുഖ്യമന്ത്രിക്കും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പൊങ്കാലയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ കുറിച്ചോ പരാജയത്തെ കുറിച്ചോ ഒരക്ഷരം പറയാതെ പരിസ്ഥിതി ദിനത്തിന്റെ പേരിൽ നൽകിയ ആശംസയ്ക്ക് അടിയിലാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ.